കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ മെയ്വഴക്കമുള്ള വനിതയായി മാറിയിരിക്കുകയാണ് ശ്രീലേഖ IPS. കാരണം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ശാസ്തമംഗലത്ത് നിന്ന് ജയിച്ചു. അതും ഒരു വനിതാ യുവ തുർക്കിയെയാണ് പരാജയപ്പെടുത്തിയത്. CPM-നാണ് നിർത്തിയത്. വളരെ പ്രധാനപ്പെട്ട മീൻസ് ഒരു വനിതയാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി. അതുപോലെ തന്നെ വലിയ വോട്ട് പിടിച്ചു എന്ന് മാത്രമല്ല, അവരുടെ ആ വിജയാഘോഷ കാഴ്ചപ്പാടുകളും അവർ കാണിക്കുന്ന ഡാൻസും പാട്ടും ഇതെല്ലാം കാണുമ്പോൾ അവർ പക്ക മെയ്വഴക്കമുള്ള ഒരു പൊളിറ്റീഷ്യൻ ആയി മാറിക്കഴിഞ്ഞു ശ്രീലേഖ IPS എന്നുള്ളതാണ് BJPക്ക് തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം. അവരെ പിന്നെ ഇനി മണ്ഡലങ്ങൾ അടിസ്ഥാനം നോക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളുടെ വെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിൽ വലിയ തോതിലാണ് BJPക്ക് അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ അവിടെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ തിരുവനന്തപുരം സെൻട്രൽ ആരും പറയാതെ പോകുന്ന ഒരു മണ്ഡലമാണ്. അവിടെ രാജു ആന്റണിയാണ് ഇപ്പോൾ പിന്നെ MLA ആയിട്ടുള്ളത്. അവിടെ കുറച്ച് സ്ഥലം ഒഴിച്ചാൽ, അതായത് കോസ്റ്റൽ ബെൽറ്റിന്റെ കുറച്ച് ആളുകളുണ്ട്, അതൊഴിച്ചാൽ മഹാഭൂരിപക്ഷവും അഗ്രഹാരങ്ങളും ബ്രാഹ്മിൺസും നായേഴ്സും ഈഴവാസും അടക്കമുള്ള മുസ്ലിംസ് വളരെ കുറവാണ്. ക്രിസ്ത്യൻസിന്റെ അപ്പർ ക്ലാസ് ക്രിസ്ത്യൻസും കുറവാണ്. ബാക്കിയുള്ളവരുടെ ഒരു ഏരിയയാണ് ആ പറയുന്ന സ്ഥലം. പക്ഷെ അത് പരമ്പരാഗതമായി BJP വോട്ടുകളായിരുന്നു. ഏതാര് ജയിച്ചാലും ഇപ്പം പിന്നെ പാൽക്കുളങ്ങര അല്ലെങ്കിൽ കൈതമുക്ക് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പരമ്പരാഗതമായി സാമുദായിക സംഘടനകളും NSSന്റെയും SNDPയുടെയും കേരള വെള്ളാള മഹാസഭയുടെയും അതുപോലെ തുടങ്ങി ബ്രാഹ്മണ സഭയുടെയും തുളു സഭയുടെയും പോറ്റിമാരുടെയും നമ്പൂതിരിമാരുടെയും ഒക്കെ ഒരു മണ്ഡലമാണത്. അവിടെ എപ്പോഴും ജയിക്കുന്നത് ഹിന്ദുക്കളായിട്ടുള്ള വളരെ വലിയ BJPക്കൊക്കെ വലിയ അപ്രഹാൻഡ് ഉള്ളതാണ്. അവിടെ ശ്രീലേഖ IPSനെ പരീക്ഷിച്ചാൽ ഒരു 10-50,000 വോട്ടിനെങ്കിലും ജയിക്കില്ലേ അല്ലെങ്കിൽ ജയിക്കും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ട് നമുക്ക് താഴെ നിന്ന് കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴക്കൂട്ടത്തേക്ക് പോകുമ്പോൾ കഴക്കൂട്ടത്ത് വലിയ തോതിലാണ് BJP കൺസോൾട്ടേഷൻ, പ്രത്യേകിച്ച് ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് V മുരളീധരനും ഈ പറഞ്ഞ പോലെ വളരെ വലിയ ജനകീയനായി മാറിയിട്ടുണ്ട്. അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ കേരളിലേക്ക് വേണ്ടി വീടോന്തരം കയറി ഇറങ്ങിയിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് മുരളീധരൻ പോയിട്ടുണ്ട്. അപ്പൊ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ സാധ്യതയാണ് കഴക്കൂട്ടത്ത് കിടക്കുന്നത്. എന്നാൽ കഴക്കൂട്ടത്ത് ഒരു ബമ്പർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു ലോട്ടറി സ്ഥാനാർത്ഥിയെ നിർത്തുന്നു എന്നുള്ള നിലയിൽ എവിടെയും കൊണ്ട് നിർത്തിയാൽ അവിടെയെല്ലാം ഇളക്കി മറിക്കുന്ന സിംഹമാണ്, പെൺസിംഹമാണ് ഈ ശോഭാ സുരേന്ദ്രൻ. അതൊരു വല്ലാത്ത ജീനാണ്. പക്ഷെ കേരളത്തിലെ BJP ഒരുപക്ഷെ ഇതുവരെ പ്രയോഗിക്കാത്തതും ഇതുവരെ ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വലിയൊരു വിത്താണ്. അത് നമ്മൾ കുട്ടനാട്ടിലെ ഈ നെൽവിത്തുകളുടെ കാര്യം പറയും പോലെ തഴച്ചു വളരും. ഏത് മരുഭൂമിയെ കൊണ്ടിട്ടാലും എവിടെ കൊണ്ടിട്ടാലും വെള്ളവും വേണ്ട, വളവും വേണ്ട, സൂര്യപ്രകാശം വേണ്ട, ഒന്നും വേണ്ട, തഴച്ചു വളരും. അതാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാട്ടിട്ടാലും കായംകുളത്തിട്ടാലും തിരുവനന്തപുരത്തിട്ടാലും ആള് നോക്കൂ, എത്ര സൈസ് ഉണ്ട്, തടിയില്ല, പൊക്കമില്ല, എല്ലാം കുറവാണ്. പക്ഷെ അതൊരു വല്ലാത്ത വനിതയാണ്, ഒരു ഫാൻസി റാണിയാണ് BJPയുടെ. പക്ഷെ BJP അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. അവരെ സമ്പൂർണ്ണമായി അവരുടെ സേവനം BJP ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു മണ്ഡലം കൊടുത്ത് അവിടെ തന്നെ സുരേഷ് ഗോപിയൊക്കെ തൃശ്ശൂർ നിന്നതുപോലെ തുടർച്ചയായി അവർക്ക് പ്രവർത്തിക്കാൻ അനുവദിച്ച് അവർക്ക് അവിടെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയാൽ പ്രവർത്തകർ ആവേശത്തോടെ പ്രവർത്തിക്കും, സംഘപരിവാരുകാരും എല്ലാവരും. അങ്ങനെ കഴക്കൂട്ടത്തേക്ക് ശോഭാ സുരേന്ദ്രനും ഒരു സാധ്യത വരുന്നുണ്ട്. വന്നാൽ വലിയ സാധ്യതയാണ്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് കിടക്കുന്ന വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്, വട്ടിയൂർക്കാവ് ഇപ്പൊ കൃഷ്ണകുമാർ ഇപ്പൊ ഇങ്ങനെ നുണഞ്ഞ് കൃഷ്ണകുമാർ ഇപ്പൊ ഉണ്ട്, രംഗത്തുണ്ട്. നമ്മുടെ സിനിമാ നടൻ കൃഷ്ണകുമാർ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി VV രാജേഷ് മേയർ ആവില്ലല്ലോ, മേയർ ശ്രീലേഖ IPS ആവാൻ സാധ്യതയെങ്കിൽ VV രാജേഷ് കയറി തിരുവനന്തപുരത്ത് മത്സരിക്കുമോ? അത് അടുത്തൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ S സുരേഷ് നേരത്തെ പോലെ വീണ്ടും വട്ടിയൂർക്കാവിൽ ഈ ഒരു അപ്പർ ഹാൻഡ് കിടക്കുന്നത് കൊണ്ട് എങ്കിൽ മത്സരിച്ചു കളയാൻ. നേരത്തെ ഒരു പ്രാവശ്യം S സുരേഷ് അവിടെ മത്സരിച്ചതാണ്. അതുകൊണ്ട് S സുരേഷിനെ ആരും ഇനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് വീണ്ടും S സുരേഷ് വരുമോ? പക്ഷെ അപ്പോഴും വേറൊരു സാധ്യത കോവളത്ത് കിടക്കുന്നു. കോവളത്തേക്ക് S സുരേഷ് പോകാനുള്ള കാരണം കോവളത്തിന് വളരെ അടുത്താണ്. കല്ലിയൂരും ഭാഗമൊക്കെ കോവളത്തിന് അടുത്ത് കിടക്കുന്നതാണ്. S സുരേഷ് കോവളത്ത് ഒരുപാട് നല്ല ബന്ധങ്ങളുള്ളതാണ്. വിൻസെന്റിന് പഴയതുപോലുള്ള ഒരു ഇമേജ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പല കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പുള്ളിക്കാരന് ഇമേജ് ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ്. വിൻസെന്റ് എനിക്കറിയാവുന്ന ഒരു MLA ആണ്, മാന്യനാണ്, അഴിമതി ഒന്നുള്ള ആളല്ല, നല്ല MLA ആണ്. പക്ഷെ ഈ ജനങ്ങളുടെ ഒരു മനസ്സിൽ ഒരു മാറ്റം വേണമെന്ന് വന്നാൽ അവിടെ തീർച്ചയായിട്ടും പ്രശ്നം വരും. പ്രത്യേകം നീലലോഹിതദാസൻ നാടാർക്ക് എതിരെ, നീലദോസൻ അദ്ദേഹത്തിന്റെ പേരിൽ നാടാർ പറയാറില്ല, നീലലോഹിതദാസന്റെ പേരിൽ വീണ്ടും സുപ്രീം കോടതിയിൽ കേസുമൊക്കെ അതിന്റെ അതിജീവിത കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് അതെല്ലാം കൂടി ജനതാദളിനെയും ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ അറിയില്ല. ഇതാണ് തിരുവനന്തപുരത്ത് അപ്പൊ തിരുവനന്തപുരത്തെ മേയറെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭ വെച്ചുകൊണ്ട് നഗരസഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 4-5 മണ്ഡലങ്ങൾ, കഴക്കൂട്ടം ഒരു വശത്ത് വട്ടിയൂർക്കാവ്, മറുവശത്ത് തിരുവനന്തപുരം സെൻട്രൽ,
വേറൊരു വശത്ത് നേമം, കോവളം, ഇങ്ങനെ 5 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അതിഗൗരവമായ കാര്യങ്ങൾ നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായിട്ടും നേമത്ത് നിൽക്കുമെന്ന് കേൾക്കുന്നു. അവിടെ ശിവൻകുട്ടി തന്നെ ആയിരിക്കുമെന്ന് ശിവൻകുട്ടി ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ വേഴ്സസ് കോൺഗ്രസിന്റെ GV ഹരി, ഒരു യുവാവിനെ ഇറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ GV ഹരിയാണ്. അയാൾ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അധ്യാപകനാണ്. അദ്ദേഹമായിരിക്കും GV ഹരി. ജവഹർ ബാലവേദിയുടെ ഒക്കെ നാഷണൽ പ്രസിഡന്റ് ഒക്കെയാണ്, രക്ഷാധികാരിയോ പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പൊ എന്തായാലും രാഹുൽ ഗാന്ധി അടുത്ത് വരെ നല്ല ബന്ധമുള്ള ആളാണ് GV ഹരി, രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ആളാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് രൂപത്തിൽ GV ഹരിയുടെ പേര് വരാൻ സാധ്യതയുണ്ട്. പലവട്ടം അത് വന്ന പേരാണ് നേരത്തെ. അല്ലെങ്കിൽ പിന്നെ മണക്കാട് സുരേഷിനെ പോലുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പിന്നെ മുരളീധരനുണ്ട്. മുരളീധരൻ പട്ടിയൂർക്കാവിലായിരിക്കും ഇപ്പൊ ഫുൾ ടൈം നിൽക്കുന്നത്. അതുകൊണ്ട് പട്ടിയൂർക്കാവായിരിക്കും മുരളീധരൻ. ഇനി ശബരിനാഥിനെ കൊണ്ടുപോയി അവിടെ പരീക്ഷിക്കുമോ? ശബരിനാഥ് ഇപ്പോൾ കോർപ്പറേഷനിൽ എന്തായാലും മേയറാവാൻ പറ്റത്തില്ലല്ലോ. വേറെ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കാനല്ലേ പറ്റും. പ്രതിപക്ഷ നേതാവും പറ്റത്തില്ല, അത് CPM-നാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എന്താ ചെയ്യുക എന്നറിയില്ല. അങ്ങനെ ഒരു തിരുവനന്തപുരത്തെ ഒരു ത്രികോണ മത്സരം വളരെ ഗൗരവമായി നടക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിലാകെ 10 സീറ്റാണ് BJPയുടെ ടാർഗറ്റ്. ഈ 2026 എന്തായാലും ഭരണത്തിൽ വരാനൊന്നും ഉടനെ കഴിയില്ല എന്ന് അവർക്കറിയാം. ഈ 10 സീറ്റിൽ 5 സീറ്റും തിരുവനന്തപുരത്ത് തന്നെ പിടിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവർ നിൽക്കുകയാണ്. ചാത്തന്നൂർ കഴിഞ്ഞ പ്രാവശ്യം 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചാത്തന്നൂരും വലിയ സാധ്യതയുണ്ട്. വലിയ അട്ടിമറിയാണ് നടക്കുന്നത്. മാത്രമല്ല ഇപ്രാവശ്യം കൊല്ലം കോർപ്പറേഷനിൽ അവര് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഒരുപാട് സീറ്റുകൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഒരു രസകരമായ കാര്യം, പാലക്കാട്, പന്തളം പോലുള്ള, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു, ഹിന്ദു പ്രദേശങ്ങളിലായിരുന്നു BJPയുടെ മുന്നേറ്റമെങ്കിൽ ബാക്കി തിരുവനന്തപുരം, കൊല്ലമെല്ലാം ഉള്ള ഹിന്ദുക്കൾ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് പോയിരുന്നെങ്കിൽ ആ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് BJPക്ക് അനുകൂലമായി വരുന്നതും BJP കാണേണ്ടതും മറ്റുള്ള പാർട്ടികൾ വിലയിരുത്തേണ്ട കാര്യം. അപ്പോൾ ഇപ്പൊ NSSന്റെ കാര്യമെടുത്താലും SNDPയുടെ കാര്യമെടുത്താലും ആരുടെ കാര്യമെടുത്താലും അവരുടെ ഇടയിൽ BJPക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടാവുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ കൂടിയാണ് എന്നുള്ളതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തരുന്ന ഒരു എന്താണ് വിശകലനം. നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്നത് 64 സീറ്റ് ഇപ്പൊ ആൾറെഡി 68 സീറ്റ് ആൾറെഡി ഉണ്ടല്ലോ, ഞങ്ങൾ ഇനി 3 4 സീറ്റുകൾ കൂടി പിടിച്ചാൽ മതിയല്ലോ, ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ പറ്റും, അത് ഞങ്ങൾ പിടിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ UDFന് അപ്പർ ഹാൻഡ് കിട്ടിയെങ്കിൽ ഞങ്ങൾ പിടിച്ചിരിക്കും. അതേസമയം UDF പറയുന്നത് ഞങ്ങൾ 100 സീറ്റിനകത്ത് വരും, അങ്ങനെ വന്നില്ലെങ്കിൽ വനവാസത്തിന് പോകുന്ന സതീശൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു 90 സീറ്റെങ്കിലും പിടിച്ച് അവർ വരും എന്നുള്ള നിലയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഇങ്ങനെ പറയുമ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത്ര സന്തോഷമില്ല എന്നൊരു വാർത്തയും കൂടി കറങ്ങുന്നുണ്ട്. അതിന്റെ സന്തോഷമില്ലായ്മ എന്താന്ന് വെച്ചാൽ UDFനെ ഈ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കൂടി LDF ജയിച്ച് കുറെ അധികം സീറ്റുകൾ, ഒരു 20% നേരത്തെ പിടിച്ച പാർലമെന്റിലെ സീറ്റ് ശതമാനം 21% പിടിച്ചിട്ട് അതിന് കഴിഞ്ഞ് കുറെ സീറ്റുകൾ കൂടി പിടിച്ച് കോർപ്പറേഷനൊക്കെ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ പിടിച്ചതിന് ശേഷം കോൺഗ്രസിനെ തളർത്തിയതിനു ശേഷം ഒരു പ്രാവശ്യം കൂടി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്ന് അപ്പോൾ പ്രതിപക്ഷമായി നല്ല സമരമൊക്കെ ചെയ്ത് BJP വളർന്നു വന്ന് അതിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിന് സമ്പൂർണ്ണമായി BJPക്ക് വരാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. ആ കാഴ്ചപ്പാടിന് അടിപറ്റി. അപ്പോൾ BJPയിൽ വേറൊരു നിരാശയുണ്ട്. ദേശീയ തലത്തിലൊക്കെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. ചിന്തിക്കുമ്പോൾ മറ്റൊരു നിരാശയുടെ കഥയുണ്ട്. പക്ഷെ എല്ലാ നിരാശകളെയും ആശകളാക്കി മാറ്റുന്നതാണ് തലസ്ഥാനം കയ്യിൽ കിട്ടിയ കോർപ്പറേഷന്റെ വിജയം.